എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. 2 വാക്കുകൾ വളരെ ശ്രദ്ധേയമായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന്, കള്ളം പറയുക, വ്യാജം പറയുക. നമ്മൾക്കറിയാം, മനുഷ്യജീവിതത്തിൽ കള്ളം പറയുക എന്നുള്ളത് മിക്കവാറും എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവണതയാണ്. സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നാവിൽ സത്യമല്ലാത്തത് പറയുക, അതാണ് കള്ളം പറയുക എന്ന് പറയുന്നത്. നുണ പറയുക എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. കള്ളം പറയുക. മറ്റൊന്ന്, വ്യാജം പറയുക. എന്താണ് ഈ വ്യാജം പറയുന്നത്? ഇല്ലാത്തത് കേട്ടു, ഞാൻ കണ്ടു, എനിക്കറിയാം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ് വ്യാജം പറയുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യാജമുള്ള അധരം, കള്ളം പറയുന്ന നാവ്, ഇതൊക്കെ ദൈവസന്നിധിയിൽ ദൈവം ഏറ്റവും വെറുക്കുന്നതാണ്. നമ്മുടെ നാവിൽ കള്ളം പറയാനുള്ള ടെൻഡൻസി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും കടന്നു വരാം. എന്നാൽ നീതിമാനായ ഒരു മനുഷ്യൻ കള്ളം പറയുമോ? സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, നാവ് കൊണ്ട് കുരള പറയാത്തവൻ, തിരുവചനം പറയുന്ന ഞാൻ ഈ ഉദ്ധരിച്ചത്. അതുകൊണ്ട് നമ്മുടെ നാവിൽ കള്ളം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ചെറിയ കള്ളങ്ങളൊക്കെ പറയാമെന്ന് ചിലർ ന്യായീകരിക്കുമെങ്കിലും ഞാൻ പറയുന്നത്, കള്ളം പറയാതിരിക്കാൻ ഏറ്റവും ശ്രമിക്കണം. കാരണം അത് നമ്മളെ ഒരു ഹാബിറ്റിലേക്ക് മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്. തുടർമാനമായിട്ട് കള്ളം പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ അത് പറയുന്നതിൽ ഒരു സാധ്യത കണ്ടെത്തുകയും മിക്കവാറുമുള്ള ഈ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി അവിടെ നാം കള്ളം പറഞ്ഞ് മുതലാക്കുകയും ചെയ്യും. അത് പിന്നീട് ഒരു വലിയ വഞ്ചനയായിട്ട് മാറും. സ്വയവഞ്ചന മാത്രമല്ല, മറ്റുള്ളവരെയും. വ്യാജം പറയുന്നത് അതിലും കടുത്ത ഒരു ദോഷമാണ്. പല വ്യക്തികളെയും നമുക്ക് അവരുടെ പ്രതിച്ഛായ തകർക്കുവാനായിട്ട് ഈ വ്യാജം പറയാനായിട്ട് എളുപ്പമാണ്. നാം ചിലരെ കണ്ടിട്ടില്ല, നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മോട് ചിരിക്കുകയും ഒക്കെ ചെയ്യുകയും, എന്നാൽ നമ്മെക്കുറിച്ച് വ്യാജമായത് പറഞ്ഞ് അതിൽ അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു നാൾ അത് അവസാനിക്കും. എപ്പോഴും വ്യാജം പറഞ്ഞ് നമുക്ക് സ്വാധീനം കരസ്ഥമാക്കുവാൻ കഴിയുമെന്നുള്ളത് മിഥ്യാധാരണയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവാണല്ലോ ഇതിനെല്ലാം കാരണക്കാരൻ. അതുകൊണ്ട് നമ്മുടെ നാവിലെ വ്യാജം പറയാതെയും കള്ളം പറയാതെയും നുണ പറയാതെയും ഒക്കെ സൂക്ഷിച്ചാൽ നമ്മുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും. ഏത് സാഹചര്യമാണെങ്കിലും സത്യം മാത്രം പറയുക, വ്യാജം പറയാതിരിക്കുക. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. എന്നാലും ദൈവസന്നിധിയിൽ നമുക്ക് നീതിയുള്ളവരായിരിക്കാം. നമുക്ക് അങ്ങനെ ആവാൻ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. God bless you.